അല്ല, ഞങ്ങളൊക്കെ ഇന്നലകളിലും ഇപ്പോൾ ഞാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് NSUവിൻ്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളാണ്. അതിന് മുൻപ് 5 വർഷക്കാലം തെരഞ്ഞെടുപ്പിലൂടെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇവിടെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി മറ്റ് പദവികളില്ലെങ്കിലും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളം ഇപ്പോൾ നിലവിൽ 2 മാസത്തിനുള്ളിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 5 മാസക്കാലത്തിന് ഇപ്പുറത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ മുൻപിൽ നിൽക്കുകയാണ്. എന്തായാലും പിണറായിയും മോഡിയും ഒരു നാണയത്തിൻ്റെ ഒരേ വശങ്ങളാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞ ഈ കാലത്ത് ഈ 2 കൂട്ടർക്കുമെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ നയിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ, അതിൻ്റെ ഒരു നിർണായക സമയത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പ്രവർത്തനത്തിനൊരു തടസ്സവും ഉണ്ടാവില്ല. പ്രവർത്തനത്തിന് ഇവിടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും അതിനുവേണ്ടി ഞങ്ങൾക്ക് സമയം മാറ്റിവെക്കാനും മറ്റൊന്നും ഒരു തടസ്സവും നിലവിലെ നാഷണൽ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ. ജയരാജന്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപിടിക്ക് വരില്ലല്ലോ. ജയരാജന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരില്ലല്ലോ. ഇപ്പൊ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങൾ പോയി ആക്രമിക്കൂ എന്ന് പറയുന്ന ആള്, അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല. ഈ തലയിൽ ഉണ്ടയുമില്ല, തലയിൽ തലച്ചോറുമില്ല. കളിമണ്ണുമായി നടക്കുന്ന ജയരാജന്റെ ജൽപ്പനങ്ങളെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്.